ഹലോ ഹായ് ഗായ്സ്. കല്യാണത്തിൻ്റെ തലേ ദിവസമായി അങ്ങനെ പറഞ്ഞ് കല്യാണത്തെ ഷൂച്ചു എന്നും പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം കൂടി വന്നിട്ട് ഞങ്ങൾ ചെറിയൊരു വീടിൻ്റെ മുമ്പിൽ ഹൽദിക്കുള്ള പരിപാടിയൊക്കെ ഇരുന്ന്. പിന്നെ ബിരിയാണിന്ന് തലേദിവസത്തെ ബിരിയാണി അഫ്സലിക്കടൊക്കെ ഇരുന്നിട്ടാ. അത് അച്ഛൻ്റെ വകയുള്ളൊരു കണക്ഷനായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഇക്കടെ പണി ഒരു 3 മണി 2 മണിയായപ്പോൾ ഇക്കടെ പരിപാടി തുടങ്ങി. ചിക്കൻ വറുത്തിട്ടാണ് ബിരിയാണിയുടെ ചിക്കൻ കറി വെക്കണത്. കറിയല്ല, ഒരു ഗ്രേവി കുറഞ്ഞിട്ടുള്ളൊരു വേറൊരു ഇക്കടെ ഒരു സ്പെഷ്യൽ സാധനമാണ്. അത് ഞങ്ങൾ എൻ്റെ പരിപാടിക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴും പുട കൊടുക്കാനായിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ വന്ന് അവിടുത്തെ കഴിഞ്ഞിട്ട് അവർ വേഗം ഷൂഷു എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് പോയിട്ടാ. വേറെ പുട കൊടുക്കലിന് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നേരെ പറൂര് എന്നപ്പോൾ നിൽക്കണം മറ്റേ സാറ്, ആ ട്രാഫിക്കിൽ നിൽക്കുന്ന സാറില്ലേ, പുള്ളി എപ്പോൾ കണ്ടാലും ഇല്ലേ, പുള്ളി വേർത്ത് കുളിച്ച് ഇത്രയും പണിയൊക്കെ എടുത്ത് ഒന്നും പറയാനില്ല. നേരെ ADN പോയി ഒരു റിസപ്ഷൻ ഇടാൻ വേണ്ടി ഒരു ഷൂ എടുത്ത്. ADN പുതിയതായിട്ട് വന്നാക്കണ ഷൂ കളക്ഷൻസ്, ഇത് ഏറ്റവും പുതിയ വന്ന ഷൂവിലൊരു ഷൂ ആയിരുന്നു. ഒടുക്കത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കളക്ഷനായിരുന്നു. ഞാൻ വേഗം ചെന്ന് ഷൂ ഒക്കെ എടുത്ത്, കാരണം തലേദിവസമല്ല വന്നാക്കണം. നേരെ അവിടെ ചെന്ന് ഈ ഹൽദിക്കുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് കുറച്ച് നേരം ഹൽദിക്കുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഓണായി. എല്ലാവരും ഓണായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ എല്ലാവരും കൂടി വന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് ഞാൻ പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ ബിരിയാണി. കണ്ട ടേസ്റ്റും ഒരു രക്ഷയില്ല. വെറുതെ പൊളിയെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇക്കടെ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറിയത്. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം എല്ലാ കണക്ഷനും ഉണ്ടായിരുന്നു. വെടിക്കെട്ടും ചെറിയൊരു അവർക്ക് എന്തെങ്കിലും ആയിട്ടൊക്കെ കൊടുക്കണ്ടേ. ഇളയച്ചൻ്റെ ഒരു കമ്പനിക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന് വെച്ചത്. സൗണ്ടും ചെറിയൊരു ഗാനമേള പരിപാടി, എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. വീടെന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് വെറുതെ ഒരു ഉത്സവ പരിപാടി തന്നെ ശരിക്കും നമ്മളാക്കി. പിന്നെ നമ്മുടെ മെയിൻ നാട്ടിലെ കമ്പനിക്കാരും എല്ലാവരും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. ജോഷിയാരനും പിന്നെ ചിറ്റടേരെ ചോദിച്ച് എന്താണ് നാളെ കല്യാണമാണ്, എവിടം വരെ ഈ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന്. ചിറ്റയും ഒരു എന്താ പറയുക സന്തോഷത്തിലാണ്. എന്നാലും സ്വന്തം മോളല്ലേ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോണത്. അപ്പം അതിൻ്റേതായ കുറച്ച് ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ നമ്മുടെ അമ്മാമ്മയുടെ ഫാമിലി കർണാടക എന്നുള്ള കുറച്ച് ഗോപി ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മക്കളും എല്ലാവരും ആയിട്ടൊക്കെ ഞാൻ കുറച്ച് നേരമൊക്കെ കളിച്ച്. അത് കഴിഞ്ഞ് നേരെ ഓച്ചപ്പൻ്റെ കല്യാണമാണ് 26-ാം തീയതി. അവൻ്റെ തലേദിവസത്തും നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടം വരെ ഒന്ന് പോകണമായിരുന്നു. നേരെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് നേരെ അങ്ങാടി ചെന്ന് അവിടെ ചെന്ന് കുറച്ച് നേരം തുള്ളലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഓണായി സെറ്റായിട്ടാണ് അവിടെ നിന്ന് പയ്യെ ഗുഡ് നൈറ്റും പറഞ്ഞ് പിരിഞ്ഞത്. അങ്ങനെ ആ ദിവസവും ഹാപ്പി ആയിരുന്നു.